അച്ഛൻ അടുത്തു വരുമ്പോഴേ അമ്മയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന കുഞ്ഞ്. അച്ഛനൊപ്പം എവിടേക്കും പോകാൻ ഇഷ്ടമില്ലാതിരുന്ന 1 വയസ്സുകാരൻ ഇഹാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെ ഏറെ ഭയന്നിരുന്നു. അച്ഛൻ എങ്ങാനും അവനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ അവൻ്റെ കരച്ചിലും കേൾക്കാം. പലപ്പോഴായി സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിച്ച് അവൻ്റെ ജീവൻ പോലും കവർന്നെടുക്കാൻ ശ്രമിച്ച ഷിജിലിൻ്റെ ശ്രമമാണ് കഴിഞ്ഞ ദിവസം രാത്രിയും നടന്നത്. ഒടുവിൽ ആ കുഞ്ഞ് വേദന സഹിച്ച് മരണത്തിനു കീഴടങ്ങിയപ്പോഴാണ് അമ്മ കൃഷ്ണപ്രിയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതും ഇത്രയും വലിയൊരു ക്രൂരനൊപ്പമാണ് താൻ ഇക്കാലമത്രയും കഴിഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കിയത്. ജനിച്ച് 1 വയസ്സിനുള്ളിൽ ഇഹാൻ എന്ന അപ്പു സഹിച്ച വേദനയും കണ്ണീരും എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒടുവിൽ ഷിജിൽ എന്ന അച്ഛൻ്റെ ഉള്ളിലെ യഥാർത്ഥ ക്രൂരമുഖം പുറത്തു വരുമ്പോൾ ഞെട്ടലോടെയാണ് നാട്ടുകാരും നിൽക്കുന്നത്. 2.5 വർഷം മുൻപായിരുന്നു നെയ്യാറ്റിൻകരക്കാരനായ ഷിജിലിൻ്റെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം. കൃഷ്ണപ്രിയ ഗർഭിണിയായപ്പോൾ തന്നെ ഷിജിലിന് സംശയം തുടങ്ങിയിരുന്നു. ഇതോടെ ഇവർ തമ്മിൽ അകലുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ച ശേഷം വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് ഒന്നിച്ചു താമസിച്ചത്. പലപ്പോഴായി ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എങ്ങനെയൊക്കെയോ ഇരുവരും മുമ്പോട്ടു പോവുകയായിരുന്നു. 2 മാസം മുൻപാണ് കവളാകുളത്തെ വാടക വീട്ടിൽ ഇവർ ഒരുമിച്ച് താമസം തുടങ്ങിയത്. അതിനുശേഷമാണ് കുഞ്ഞിന് ഉപദ്രവങ്ങൾ ഏറ്റു തുടങ്ങിയതും. ഷിജിൽ അടുത്തു വരുമ്പോൾ തന്നെ കുഞ്ഞ് കരയുമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഓടിപ്പോയി കൃഷ്ണപ്രിയയെ മുറുകെ പിടിക്കുകയും അമ്മയ്ക്ക് പിന്നിൽ ഒളിക്കുകയും ചെയ്യും. ഒരിക്കലും സ്നേഹത്തോടെ ഷിജിൽ ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ചിരുന്നില്ല. വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഷിജിലിൻ്റെ വീട്ടിൽ ആരും കുഞ്ഞിനോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നുമില്ല. കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞിരുന്നു. കുഞ്ഞിനെയും തന്നെയും ഷിജിൽ ഉപദ്രവിക്കുന്നുവെന്ന് കാട്ടി കൃഷ്ണപ്രിയ മുൻപ് പൂവാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് വാടക വീടെടുത്ത് താമസം മാറിയതും. ഇഹാന്റെ വലതുകൈയിൽ അടുത്തിടെ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഇത് ഷിജിൽ കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് കുഞ്ഞിന് സംഭവിച്ച അപകടമായിരുന്നു. പലപ്പോഴായി രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കുഞ്ഞിന്റെ മുഖത്ത് പുതപ്പെടുത്തിയിടുന്നതടക്കം അയാളുടെ ക്രൂരത പലതരത്തിലുള്ളതായിരുന്നു. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീണുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണപ്രിയയും ഷിജിലും ആശുപത്രിയിലെത്തിയപ്പോൾ പറഞ്ഞത്. എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ഇഹാനെ പരിശോധിച്ച ഡോക്ടർമാർ അടിവയറ്റിലെ ക്ഷതം കണ്ടെത്തിയത് നിർണായകമാവുകയായിരുന്നു. കുഞ്ഞ് എവിടെയെങ്കിലും വീണോ എന്ന ഇവരുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഷിജിലിന്റെ മറുപടി. പിന്നാലെ പരിശോധിച്ച ഫോറൻസിക് സർജനും കുഞ്ഞിന്റെ അടിവയറ്റിൽ ക്ഷതമേറ്റത് സ്ഥിരീകരിച്ചു. അതേ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോലീസിനെ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എങ്കിലും സർജന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു പോലീസ്. തുടക്കത്തിൽ തന്നെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഇഹാന്റെ സംസ്കാരം കഴിഞ്ഞയുടൻ ഷിജിലിനെയും കൃഷ്ണപ്രിയയെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഷിജിലിനൊപ്പം ഉറങ്ങുവാൻ വിസമ്മതിച്ചിരുന്ന കുഞ്ഞിനെ നിർബന്ധിച്ചാണ് രാത്രി ഷിജിൽ അടുത്തു കിടത്തിയത്. കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിക്കുകയും ബെഡ് മാറ്റി കട്ടിലിൽ കിടത്തുകയുമെല്ലാം ചെയ്തിരുന്നു. പിന്നാലെയാണ് രാത്രി കുഞ്ഞിന്റെ വയറ്റിൽ ശക്തമായി ഇടിച്ചതും അത് മരണകാരണമായി മാറിയതുമെല്ലാം. വ്യക്തമായ തെളിവുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഷിജിൽ ഒടുവിൽ കുറ്റം വെളിപ്പെടുത്തുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.